വിശദമായ റിപ്പോർട്ടിലേക്ക്. വി.എം. സുധീരന്റെ രാജി സ്വമേധയാ അല്ല എന്നും ഹൈക്കമാൻഡ് രാജിവെപ്പിച്ചതാണെന്നും വെള്ളാപ്പള്ളി നടേശൻ. സുധീരനെ മാറ്റുന്ന കാര്യം സോണിയാഗാന്ധിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ നേരത്തെ ധാരണയിലെത്തിയതാണെന്നും സുധീരൻ തുടർന്നാൽ കോൺഗ്രസ് പാതാളത്തിലാകുമെന്ന് കേന്ദ്രത്തിന് മനസ്സിലായെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. എല്ലാ മലയാളിക്കും അറിയാം, ഈ 5 സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് സുധീരൻ രാജിവെച്ച് പോകും അല്ലെങ്കിൽ സുധീരനെ ഒഴിവാക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. അതിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി പോവുകയും സോണിയാഗാന്ധിയെ കാണുകയും സംസാരിച്ചൊരു ധാരണ എത്തുകയും ആ ധാരണ പൂച്ചം പുറത്ത് വന്നിട്ടുള്ളതാണ്. ആ ധാരണ വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഒരു അൺഫിറ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കി AUI യോജിപ്പിക്കാൻ നോക്കിയപ്പോൾ AUI അല്ലാതെ വേറൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഇദ്ദേഹത്തിന് ഒരു ഗുണവും കോൺഗ്രസിന് വേണ്ടി ഇവിടെ ചെയ്യാൻ സാധിച്ചില്ല. എന്തിന് പാപി വീണണം പാതാളം എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഈ പാവിനെ ഇവിടെ കൊണ്ട് നിട്ട് ഇവിടുത്തെ കോൺഗ്രസ് പാതാളമായിപ്പോയി. വെളുക്കാൻ തേച്ച പാണ്ടായി എന്നുള്ളതാണ്. വാർത്തയുടെ മറ്റു വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി H. ഷാജഹാൻ ചേരുന്നു. ഷാജി, വെള്ളാപ്പള്ളി നടേശനും സുധീരനും തമ്മിൽ സ്വതവേ അത്ര സ്വരച്ചേർച്ചയിലല്ല. അതിന്റെ പരിണിത ഫലമാണ് ഈ പറച്ചിൽ എന്ന് പറയാമോ? അതിനപ്പുറം വലിയ രാഷ്ട്രീയ മാനങ്ങൾ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയ്ക്കുണ്ടോ? തീർച്ചയായിട്ടും പറയട്ടെ. കാരണം കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയും ഒക്കെയായി ഈ BDJS നേതാക്കളും അതുപോലെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം ചർച്ചകൾ നടത്തുകയുണ്ടായി. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ BDJSന് ഏത് വിധേനയും UDF-ലേക്ക് കടന്നു കയറുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് നടന്നത്. നേരത്തെ അതിൽ സൂചിപ്പിച്ച പോലെ തന്നെ സുധീരൻ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി നേരത്തെ മുതൽ തന്നെ ഒരു ശത്രുത ഉണ്ടായിരുന്നു. അത് ആലപ്പുഴയിൽ V.M. സുധീരൻ മത്സരിക്കുന്ന സമയത്തൊക്കെ തന്നെ അത് പ്രകടമായിരുന്നു. ഈ ഒരു ശത്രുതാ മനോഭാവം ഇരുവരുടെയും മനസ്സിലുണ്ട്. ബാറിന് ലൈസൻസ് കൊടുക്കുന്ന വിഷയം വന്നപ്പോഴൊക്കെ തന്നെ വെള്ളാപ്പള്ളിയെ നേരിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ബാറുകളൊക്കെ തന്നെ പൂട്ടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്ന് പരക്കെ ഒരു ആരോപണം ഉയർന്നിരുന്നു. ഇതിന് ബദലായിട്ടുള്ള ഒരു ആരോപണം മാത്രമായിട്ടല്ല ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. മാത്രവുമല്ല, വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ആരോപണം കോൺഗ്രസിലെ പ്രബലരായിട്ടുള്ള എല്ലാ നേതാക്കൾക്കും അറിവുള്ളതാണ്. മാത്രവുമല്ല, വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസിനുള്ളിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശനും അറിയാവുന്നതാണ്. V.M. സുധീരൻ ഇപ്പോൾ രാജിവെച്ച് പിന്മാറിയില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ പുറത്താക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നാൽ അത് V.M. സുധീരന്റെ ഇമേജിന് തന്നെ കോട്ടം തട്ടുന്ന തരത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെ അടിയന്തരമായിട്ട് V.M. സുധീരൻ രാജിവെച്ച് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് മാത്രമാണ്. കാരണം നേരത്തെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രൂപ്പുകളുടെ ഐക്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ളൊരു മുദ്രാവാക്യവുമാണ് V.M. സുധീരനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ പോലും മൂന്നാമതൊരു ഗ്രൂപ്പിൽ പോകുന്ന സ്ഥിതിവിശേഷം കേരളത്തിൽ സംജാതമായതോടുകൂടിയാണ് കേരളത്തിലെ സ്ഥിതിവിശേഷം കോൺഗ്രസിന് ദോഷകരമായി ബാധിക്കുമെന്ന തിരിച്ചറിവ് സോണിയാഗാന്ധി ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് V.M. സുധീരനെ രാജിവെപ്പിച്ചത് എന്നാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുന്നത്. അതായത് ഇക്കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ്. അനുയോജ്യമായൊരു സമയം ഉണ്ടായപ്പോൾ അദ്ദേഹം സ്വയം ഒഴിഞ്ഞു പോകുന്നു എന്ന രീതിയിൽ പുറത്താക്കുകയായിരുന്നു ഒരർത്ഥത്തിൽ എന്നാണോ അദ്ദേഹം പറഞ്ഞത്? നമ്മൾ വായിക്കേണ്ടത്. കാരണം V.M. സുധീരൻ രാജിവെച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായേനെ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് V.M. സുധീരനെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷകരമാണ്. അദ്ദേഹത്തിന്റെ കരിയറിനെ അത് വളരെ ദോഷകരമായി ബാധിക്കും. ഈ ഒരു തിരിച്ചറിവാണ് അദ്ദേഹം സ്വയം രാജിവെച്ച് മാറാനുള്ള സാഹചര്യം എന്നാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്കറിയാം ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ തന്നെ V.M. സുധീരനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് സജീവമായിട്ട് ചർച്ചകൾ നടന്നിരുന്നു. ഇത്തരം ചർച്ചകളുടെ പരിണിതഫലമാണ് ഇപ്പോൾ V.M. സുധീരൻ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചതെന്നാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതായത് ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഈ രാജി. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു? സ്വമേധയാ രാജി സമ്മതിച്ചതാണോ? അക്കാര്യങ്ങളൊക്കെ ഈ സൂചനയിലുണ്ടോ? തീർച്ചയായിട്ടും V.M. സുധീരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോടൊപ്പം പ്രബലമായ ഒരു ശക്തി കോൺഗ്രസിൽ ഇല്ല എന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. V.M. സുധീരനോടൊപ്പം നിൽക്കാൻ കോൺഗ്രസിൽ മറ്റു പ്രവർത്തകരൊന്നും സജീവമായിട്ടുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ ഒക്കെ ആയിരുന്നെങ്കിൽ അവരോടൊപ്പം കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായേനെ. അത്തരത്തിൽ പ്രവർത്തകരില്ലാത്ത ഒരു നേതാവ് എന്നുള്ള നിലയിൽ V.M. സുധീരനുമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കേന്ദ്ര നേതൃത്വത്തിൽ എത്തിച്ചതാണ് ഇപ്പോഴത്തെ ഈ രാജിക്ക് പിന്നിലെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, പലതരത്തിലും ആരോപണ പ്രത്യാരോപണങ്ങൾ, ഇലക്ഷന്റെ സമയത്തുള്ള പ്രകടമായ നീരസങ്ങൾ, തുറന്നു പറച്ചിലുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ തുടർ ചലനങ്ങൾ എന്ന നിലയിൽ മാത്രമായി ഇതിനെ കാണാനാകുമോ?
തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ KPCCയുടെ ഫണ്ട് രൂപീകരണത്തിൽ പോലും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ നേതാക്കൾ, അതായത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ഇടപെടാത്തതിനെ തുടർന്ന് KPCCക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് കാര്യമായിട്ടുള്ള ഒരു ഫണ്ട് സ്വരൂപിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായതായിട്ടും പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വളരെയധികം മോശമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പോകുന്നത്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിനുണ്ടായ ഒരു സ്ഥിതിവിശേഷം കേരളത്തിലും ഉണ്ടാകാതിരിക്കുന്നതിന് കൂടിയാണ് ഇത്തരമൊരു നിലപാടിലേക്ക് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തെ കൊണ്ടെത്തിച്ചത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള ചില നേതാക്കളാണെന്നും വെള്ളാപ്പള്ളി തുറന്നു പറയുന്നു. അതായത് ഇനി കോൺഗ്രസിന് നല്ല കാലമാണ് എന്ന് വളരെ കൃത്യമായൊരു നിലപാട് അദ്ദേഹം ഇക്കാര്യത്തിൽ നേരത്തെ എടുത്തിരുന്നു, ഒരർത്ഥത്തിൽ പരിഹാസ സ്വരൂപേണ. അതിന്റെയൊക്കെ ഒരു തുടർച്ച എന്ന നിലയിൽ ഇതിനെ കാണാമോ ഇപ്പോഴത്തെ ഈ പറച്ചിലിനെ? തീർച്ചയായിട്ടും. കാര്യം എം സുധീരൻ രാജിവെച്ച വേളയിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ഇനി ഒരു സുവർണ്ണകാലമാണ്. കാരണം രാജൻ ബാബു JSS ഉണ്ടായ സമയത്ത് പോലും വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തനായിട്ട് കൂടെ നടക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കേണ്ട ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ JSSനെ UDFിൽ നിന്നും പുറത്താക്കിയതെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഇത്തരത്തിലുള്ള മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി അഡ്വക്കേറ്റ് ജയശങ്കർ, അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട് നമുക്കൊപ്പം. അഡ്വക്കേറ്റ് ജയശങ്കർ, VM സുധീരന്റെ രാജി സ്വമേധയല്ല എന്നും രാജി ഹൈക്കമാൻഡ് രാജിവെപ്പിച്ചതാണെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഈ സുധീരനെ മാറ്റുന്ന കാര്യം സോണിയാഗാന്ധി ഉമ്മൻചാണ്ടി തമ്മിൽ നേരത്തെ ധാരണയിലെത്തിയിരുന്നതാണെന്നും അതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ സംഭവിച്ചതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം നേരത്തെ തന്നെ ഇവർ തമ്മിൽ അത്ര സ്വരച്ചേർച്ച ഇല്ലായ്മയാണ്, ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യമുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായി ഇതിനെ കാണാനാകുമോ, അതോ അതിനപ്പുറത്ത് എന്തെങ്കിലും രാഷ്ട്രീയമാനം അദ്ദേഹത്തിന്റെ ഈ പറച്ചിലുണ്ടോ? പറഞ്ഞത് നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് മാത്രം അത് സത്യമെന്നും പറയാൻ കഴിയില്ല. നമ്മൾ ഈ വിഷയത്തെ സ്വതന്ത്രമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് സത്യമുണ്ട്. അതായത് ഹൈക്കമാൻഡ് ഇടപെട്ട് രാജിവെപ്പിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കേരളത്തിലെ കോൺഗ്രസിലെ പ്രബല വിഭാഗങ്ങൾ, 2 വിഭാഗങ്ങൾ, A ഗ്രൂപ്പിനും I ഗ്രൂപ്പിനും ഇദ്ദേഹം തുല്യ നിലയിൽ അനഭിമതരായിരുന്നു. I ഗ്രൂപ്പ് പിന്നെയും അദ്ദേഹവുമായിട്ട് സഹകരിച്ചു പോകാൻ തയ്യാറായിരുന്നു. പക്ഷേ A ഗ്രൂപ്പ്, അതിലും ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ, അവര് ശ്രീ സുധീരന് ആദ്യം മുതലേ എതിരായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വളരെ എതിരായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഉമ്മൻചാണ്ടി പ്രതിപക്ഷ സ്ഥാനം ഒഴിഞ്ഞ സുധീരൻ KPCC അധ്യക്ഷ സ്ഥാനവും ഒഴിയണം എന്ന ഒരു സാക്ഷ്യത്തിലായിരുന്നു. ഉമ്മൻചാണ്ടി രാഷ്ട്രീയ കാര്യ സമിതിയുമായിട്ട് തന്നെ സഹകരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൽ കുറച്ചൊരു യാഥാർത്ഥ്യമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്ന അവിടെയാണ്. ഉമ്മൻചാണ്ടി ഏതാണ്ട് ഒരു 1.5 മാസം മുമ്പ് ഡൽഹിയിൽ പോയി സോണിയാഗാന്ധിയെ കണ്ട് സംസാരിച്ച് തിരിച്ചു വരികയുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയകാര്യ സമിതിയിലടക്കം പങ്കെടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ അദ്ദേഹം നിയമസഭയിൽ പോകുന്നുണ്ടെങ്കിലും നിശബ്ദനായിരിക്കുകയാണ്. അവിടെ അദ്ദേഹം സദസ്സരിക്കലോ അല്ലെങ്കിൽ അടിയന്തര പ്രമേയോ ഒന്നും നടത്തുന്നില്ല. അങ്ങനെ മൊത്തം നിസ്സാരണത്തിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് UP തെരഞ്ഞെടുപ്പിന്റെ ഫലം വരേണ്ട തലേ ദിവസമാണ് സുധീരൻ രാജിവെച്ചത്. സുധീരൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് ശരിയാണ്, കഠിനമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്, അത് വീടുന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ രാജി ഏറെക്കുറെ അദ്ദേഹത്തെ അതിനെ നിർബന്ധിതനാക്കി എന്നുള്ളതാണ് സത്യം. ആരോഗ്യപരമായ കാരണങ്ങൾ അദ്ദേഹം ഒരു കാരണമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ഉപരിയായിട്ട് അത് രാജിവെക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടായി, അല്ലെങ്കിൽ പാർട്ടിക്കകത്തുണ്ടായി എന്നുള്ളത് സത്യമാണ്. ഈ ഗത്യന്തരമില്ലാതെയാണ് BDJS BJPയോടൊപ്പം ചേർന്നത്. BDJSന്റെ UDF പ്രവേശനം തടഞ്ഞത് സുധീരനാണ് എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. നേരത്തെയും പരോക്ഷമായ കാര്യം പറഞ്ഞതാണ്. ഇതും ഇന്നലത്തെ സുധീരന്റെ ഉമ്മൻചാണ്ടിയുമായുള്ള വെള്ളാപ്പള്ളി നടേശന്റെ കൂടിക്കാഴ്ചയും തമ്മിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ടോ ഏതെങ്കിലും തരത്തിൽ? അല്ല, BDJSനെ ഒരു കാരണവശാലും UDFിൽ എടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചത് VM സുധീരനാണ്. മാത്രമല്ല അദ്ദേഹം പണ്ട് മുതലേ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് വളരെ അകന്നു നിൽക്കുന്ന ഒരാളാണ്. 1998 തെരഞ്ഞെടുപ്പ് മുതൽ VM സുധീരൻ പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ എതിരായിട്ട് പ്രവർത്തിക്കുക SNDP ശാഖ യോഗങ്ങളെല്ലാം അദ്ദേഹത്തിന് എതിരെ വോട്ട് ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്യും. അതിന്റെ ഫലമായിട്ട് VM സുധീരന്റെ ഭൂരിപക്ഷം ഇരട്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം. അതൊക്കെ പഴയ കാര്യങ്ങളാണ്. അതിനുശേഷം ഇവർ തമ്മിലുള്ള ബന്ധം ഒരു കാലത്തും മെച്ചപ്പെട്ടിട്ടില്ല. ഏത് കാലത്തും അവര് വിപരീത ധ്രുവങ്ങളിൽ തന്നെയാണ് നിലനിർത്തിയിരുന്നത്. സുധീറിന് എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം അതിനെ എതിർക്കുന്നത് സ്വാഭാവികമാണ്. രാജിവെക്കുമ്പോൾ അദ്ദേഹം ആഹ്ലാദിക്കുന്നതും സ്വാഭാവികമാണ്. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ഒരുമാതിരി എല്ലാ നേതാക്കന്മാരെയും നേരിട്ട് കാണാൻ ഒരു മടിയില്ലാത്തതാണ്. സുധീരൻ ഒഴിച്ച് സുധീരൻ KC വേണുഗോപാൽ, PC വിശ്വനാഥിന് 3-4 പേരാണ് അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്തുള്ളത്. അവരൊഴിച്ച് ബാക്കി എല്ലാവരോടും അദ്ദേഹത്തിന് വലിയ സ്നേഹവും താല്പര്യവുമാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ. ഷാജഹാൻ കൂടി ടെലിഫോൺ ലൈനിൽ നിലവിൽ തുടരുന്നുണ്ട്. ഷാജി, ജയശങ്കർ അടക്കം പറഞ്ഞതുപോലെ ഇതിനെ കേവലം എപ്പോഴും പറയുന്നത് പോലെ അദ്ദേഹത്തിനെതിരെയുള്ളൊരു പ്രസ്താവനയായി മാത്രം കാണാൻ കഴിയില്ല. ഒരർത്ഥത്തിൽ വലിയ പരമാർത്ഥങ്ങൾ അക്കാര്യത്തിൽ ഉണ്ട് എന്ന് കൂടിയാണ്. ഓരോ കാലഘട്ടത്തിലും വളരെ കൃത്യമായി വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു.
സുധീരൻ കോൺഗ്രസിലെ തുഗ്ലക് പരിഷ്കാരിയാണ്, മദ്യനയം വന്നപ്പോൾ അതിനെതിരെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിനെതിരെയൊക്കെ ഇവർ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഒക്കെ നിന്നിരുന്നു. യഥാർത്ഥത്തിൽ അതിനുമപ്പുറം ഒരു വലിയ സത്യം ഇക്കാര്യത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ എന്ന് കാണേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആദ്യഘട്ടം മുതൽ തന്നെ UDF-ഉമായിട്ട് യോജിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടിയൊക്കെയാണ് കോൺഗ്രസ് നേതാക്കളുമൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിരുന്നത്. ഈ ചർച്ചകളിലൊക്കെ തന്നെ കോൺഗ്രസുമായിട്ട് SNDP അല്ലെങ്കിൽ BDJS-നെ അടുപ്പിക്കാതിരുന്നതിന് പ്രധാന കാരണക്കാരൻ VM സുധീരൻ തന്നെയായിരുന്നു. അതുകൊണ്ട് VM സുധീരനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മുന്നണി പ്രവേശനമാണ് ഇപ്പോൾ BDJS പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് SNDP ജനറൽ സെക്രട്ടറി ഇപ്പോൾ കുറച്ചിൽ നടത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ അറിവോടുകൂടി, അല്ലെ ഉമ്മൻചാണ്ടിയും സോണിയാഗാന്ധിയും കൂടി ചേർന്നിട്ടാണ് VM സുധീരനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. VM സുധീരൻ മാറിയില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് VM സുധീരനും കോൺഗ്രസിനുള്ളിലും ചില പൊട്ടിത്തെറികൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ആദർശം കൈമുതലായുള്ള അവകാശപ്പെടുന്ന VM സുധീരൻ തന്റെ കാര്യം സാധിക്കുന്നില്ല, തന്റെ നിലപാട് കൊണ്ട് തന്നെ രാജിവെച്ചുകൊണ്ട് പിന്മാറിയതെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അഡ്വക്കേറ്റ് A. ഷുക്കൂർ അദ്ദേഹം കൂടി നിലവിൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ A. ഷുക്കൂർ, അങ്ങൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ. സുധീരന്റെ രാജി സ്വമേധയാ ആണ് എന്നാണല്ലോ നമ്മൾ എല്ലാം ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല ആ രാജി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നേരത്തെ ഇത് പ്ലാൻ ചെയ്തതാണ് സോണിയാഗാന്ധിയും ഉമ്മൻചാണ്ടിയും ഒക്കെ. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് സത്യത്തിൽ ഇത് കേട്ടിട്ട് വലിയ പൊട്ടിച്ചിരിക്കാനാണ് തോന്നുന്നത്. എന്തൊരു കെട്ടുകഥകളാണ് ഉണ്ടാക്കി വിടുന്നത്. അതായത് പല രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ഉള്ള ആളുകൾക്ക് ഇത്തരം കഥകൾ മെനഞ്ഞെടുക്കാം. VM സുധീരൻ ഇന്ന് അനുഭവിക്കുന്ന ശാരീരികമായ അസ്വസ്ഥതകൾ നിസ്സാരമല്ല. നിങ്ങളാരും അങ്ങനെ അതിനെ എടുക്കരുത്. VM അദ്ദേഹത്തിന് 3 മാസം മാറി നിന്ന് സംഘടനാപരമായ ഉത്തരവാദിത്തം മാറ്റി നിർത്തി വേണമെങ്കിൽ ഇത് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു ശാരീരികമായ അസ്വസ്ഥതകളുടെ പേരിൽ. പക്ഷെ അതല്ല, ആത്മാർത്ഥമായും സത്യസന്ധമായും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം മറ്റ് പാർട്ടി നേതൃത്വത്തെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ക്രമീകരണം, അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം രാജിവെച്ചത്. പിന്നെ വെള്ളാപ്പള്ളിക്ക് കച്ചവട താല്പര്യത്തിന്റെ ഭാഗമായി ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം കോലത്തിൽ പ്രതികരിക്കാവോ അതെല്ലാം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോ BJP-യിൽ നിന്ന് കൂടുതൽ ആനുകൂല്യമാകാൻ വേണ്ടിയുള്ള ഒരു പുതിയ തത്രപ്പാടിലാണ് പുതിയ തന്ത്രം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ CPM-ഉമായിട്ടും അദ്ദേഹം ഒരു വലിയ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. പിണറായി വിജയന് വലിയ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളല്ലേ ഈ അടുത്ത ദിവസം ശ്രീ വെള്ളാപ്പള്ളി. ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ കച്ചവട താല്പര്യത്തിന് നിന്ന് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമോ അത്തരത്തിലുള്ള ഒരു നേതാവോ അല്ല VM സുധീരൻ. അതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് മറുപടി പറയാനോ അദ്ദേഹത്തിന്റെ ഈ തരംതാണ രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്ക് അത്തരത്തിൽ പ്രതികരിക്കാനോ ഞങ്ങളില്ല. ഒരു സത്യം തുറന്നു പറയുന്നു, VM സുധീരന്റെ ശാരീരികമായ അസ്വസ്ഥതകളാണ് ഈ ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജി. അല്ലാതെ ആരുടെയും സമ്മർദ്ദമോ പാർട്ടിക്കകത്തുള്ളത് താല്പര്യമോ ഒന്നും അല്ല. സത്യസന്ധമായിട്ട് അത് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തിയിട്ടുമുണ്ട്, ഒരു സംശയവും വേണ്ട. അല്ലാതെ മറ്റൊരു തരത്തിൽ കെട്ടിച്ചമച്ച കഥകൾ ഉണ്ടാക്കാൻ ഏതായാലും CPM നേതൃത്വം അങ്ങനെ ആഗ്രഹിക്കേണ്ട. അതാണല്ലോ കൈരളി ചാനലിലൂടെ ഇങ്ങനെ പുറത്തു വരുന്നത്. CPM നേതൃത്വം ആഗ്രഹിക്കുന്നൊന്നും കൈരളി ചാനലിലൂടെ പുറത്തു വരാറില്ല. താങ്കൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു പ്രതികരണത്തിന്റെ ഒരു ബൈറ്റിന്റെ അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് സ്വാഭാവിക പ്രതികരണം താങ്കളോട് ആരാഞ്ഞതാണ്, അത്രേ ഉള്ളൂ. ശ്രീ A. ഷുക്കൂർ, ഇന്നലെ രമേശ് ചെന്നിത്തലയും ഇദ്ദേഹം ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നടക്കമുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ആ സാഹചര്യത്തിൽ അത് ഇന്നലെ തുഷാർ വെള്ളാപ്പള്ളി തന്നെ രാത്രി തിരുത്തിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ഒരു സംഭവം ഉണ്ടായിട്ട്. എന്തായാലും അത്തരത്തിലൊന്നും വെള്ളാപ്പള്ളിയുടെ കച്ചവട താല്പര്യത്തിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു നേതൃത്വമല്ല കോൺഗ്രസിൻ്റെത് എന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു സംശയവും വേണ്ട. ഈ സമയം പ്രതികരിച്ചത് VM സുധീരന്റെ രാജി സ്വമേധയാ അല്ല എന്നും അദ്ദേഹത്തെ സോണിയാഗാന്ധിയും അദ്ദേഹം രാജി വെപ്പിച്ചതാണ് എന്നും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സോണിയാഗാന്ധിയുമൊപ്പം ഉമ്മൻചാണ്ടിയും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു എന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ ആരോപണം. ഇപ്പോൾ രാഷ്ട്രീയ കുതിര കച്ചവടത്തിനിടയിലും ഗോവയിലും മണിപ്പൂരിലും BJP അധികാരം ഉറപ്പിച്ചു. BJPയുടെ ഗോവൻ മുഖമായ മനോഹർ പരീക്കർ മുഖ്യമന്ത്രിയാകും. പ്രതിരോധ മന്ത്രി സ്ഥാനം പരീക്കർ രാജിവെച്ചു. മണിപ്പൂരിൽ പ്രാദേശിക പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചതോടെ BJP ഗവർണറെ കണ്ട സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. തൃശങ്കുവിലായിരുന്ന ഗോവയിലും ചരിത്രത്തിലാദ്യമായി മണിപ്പൂരിലും കൂടി BJP ഭരണം ഉറപ്പിച്ചു. ഗോവയിൽ 13 സീറ്റുകളാണ് BJPക്ക് ഉണ്ടായിരുന്നത്. കോൺഗ്രസിന് 17ഉം
കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിരുന്നത് 21 സീറ്റുകൾ. എന്നാൽ 3 സ്വതന്ത്രർ ഉൾപ്പെട്ട 40-അംഗ നിയമസഭയിൽ 4 MLA-മാരെ പോലും കൂടെ നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. 3 MLA-മാർ വീതമുള്ള മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടിയും ഗോവ ഫോർവേഡ് പാർട്ടിയും 3 സ്വതന്ത്ര MLA-മാരും സർക്കാർ രൂപീകരിക്കാൻ BJPക്ക് പിന്തുണ അറിയിച്ചു. ഇതോടെ പ്രതിരോധ മന്ത്രിസ്ഥാനം രാജിവെച്ച് BJPയുടെ ഗോവൻ മുഖമായ മനോഹർ പരീക്കർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. So once the invitation is received, we will consult our colleagues and decide the date for swearing in. There is not much time because budget exercise is to be begun immediately. BJPയുടെ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിനിടയിൽ വടക്കൻ മേഖലയിൽ മണിപ്പൂരും കൂടി കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. 31 സീറ്റുകളുടെ കേവല ഭൂരിപക്ഷം വീണ്ടെടുത്ത് കോൺഗ്രസിന് 28 സീറ്റുകൾ ഉണ്ടായിരുന്നപ്പോഴും BJPക്ക് 21 MLA-മാർ മാത്രമാണ് കൂടെയുണ്ടായിരുന്നത്. എന്നാൽ 4 സീറ്റുകൾ വീതമുള്ള നാഗ പീപ്പിൾസ് ഫ്രണ്ടും നാഷണൽ പീപ്പിൾസ് പാർട്ടിയും ഒരു സ്വതന്ത്ര MLA-യും BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് BJP അവകാശവാദം ഉന്നയിച്ചു. ഇതോടെ 5 സംസ്ഥാനങ്ങളിൽ 4 BJP ഭരണത്തിലേക്ക്. ഗോവയിലും മണിപ്പൂരിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ സാധിച്ചപ്പോഴും പ്രാദേശിക കക്ഷികളെ പോലും കൂടെ നിർത്താനാകാത്തത് കോൺഗ്രസിന്റെ പരാജയം മുറിവ് ഭീതിതമാക്കും. മനു ശങ്കർ, ദില്ലി. യുപിയിലെയും ഉത്തരാഖണ്ഡിലെയും മുഖ്യമന്ത്രിമാരെ നാളെ പ്രഖ്യാപിക്കും. പിന്നാക്ക നേതാവ് കേശവ് പ്രസാദ് മൗര്യയ്ക്കൊപ്പം RSS നേതാവ് ദിനേശ് ശർമ്മയുടെ പേരും സജീവ പരിഗണനയിലാണ്. BJP കേന്ദ്ര നേതൃത്വം ശുപാർശ ചെയ്യുന്ന നേതാവിനെ നാളെ ചേരുന്ന നിയമസഭാ കക്ഷി യോഗം അംഗീകരിക്കും. അതേസമയം പാർട്ടി ആസ്ഥാനത്തെ വിജയാഘോഷം മോദിയുടെ കട്ടൌട്ടുകൾ കൊണ്ട് നിറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി എങ്ങോട്ടായിരിക്കുമെന്ന് നിശ്ചയിക്കുന്നതിൽ ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ പങ്ക് ചെറുതല്ല. അതിനാൽ തന്നെ മുന്നോട്ട് വച്ച വാഗ്ദാനങ്ങൾ നിറവേറ്റുകയാണ് BJPക്ക് മുന്നിലെ വെല്ലുവിളി. ഈ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ജനങ്ങളെ കയ്യിലെടുക്കുന്ന നേതാവിനായാണ് BJP പാർട്ടി യോഗ ചർച്ചകൾ പുരോഗമിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യ, ദേശീയ ഉപാധ്യക്ഷനും ലക്നൌ മേയറും RSS നേതാവുമായ ദിനേശ് ശർമ്മ എന്നിവരാണ് സജീവ പരിഗണനയിൽ. രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രി മനോജ് സിൻഹ തുടങ്ങിയവരുടെ പേരുകൾ ഉണ്ടായിരുന്നുവെങ്കിലും സവർണ വോട്ടിംഗ് ബാങ്കുകളുടെ പിന്തുണയുള്ള ദിനേശ് ശർമ്മയെ നരേന്ദ്രമോദി നിർദ്ദേശിക്കാനാണ് സാധ്യത. സമാജ്വാദി പാർട്ടിയുടെ പിന്നോക്ക അടിത്തറ തകർത്ത യുപിയിൽ കുർമ വിഭാഗത്തിലെ നേതാവെന്ന തീരുമാനം കൈക്കൊണ്ടാൽ കേശവ് പ്രസാദ് മൗര്യയ്ക്ക് നറുക്കുവീഴും. ഹോളി കഴിഞ്ഞ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമാകും പ്രഖ്യാപനം. അതേസമയം പാർലമെന്റ് പാർട്ടി യോഗത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച പാർട്ടി ആസ്ഥാനത്തെ വിജയാഘോഷത്തിൽ മോദിയുടെ ചിത്രങ്ങളടങ്ങിയ പ്ലക്കാർഡുകളും ബാനറുകളും കൊണ്ട് നിറഞ്ഞു. ജനങ്ങൾ വോട്ട് ചെയ്തത് വികസനത്തിന് എന്ന മോദിയുടെ പരാമർശത്തിനിടയിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളും BJP വിജയിക്കുമെന്നായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം. കർണാടകത്തിന്റെയും ഹിമാചൽ പ്രദേശിന്റെയും പേരെടുത്തു പറഞ്ഞായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. വിജയം നരേന്ദ്രമോദിയുടെ തന്നെയെന്ന് സ്ഥാപിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളും കട്ടൗട്ടുകളുമാണ് റാലിയിൽ ഉടനീളം കാണാനായത്. ക്യാമറാമാൻ ശൈലേഷ് കലായിക്കൊപ്പം മനുശങ്കർ, ദില്ലി. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ സാക്ഷി വിസ്താരം ഇന്ന് തുടങ്ങും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് സാക്ഷികളെ വിസ്തരിക്കുക. ഒന്നാം സാക്ഷി അനസിനെ ഇന്ന് വിസ്തരിക്കും. ജിഷ വധവുമായി ബന്ധപ്പെട്ട FIR തയ്യാറാക്കവേ മൊഴി നൽകിയ വാർഡ് മെമ്പറും കേസിലെ ഒന്നാം സാക്ഷിയുമായ അനസിനെ വിസ്തരിക്കുന്ന കോടതി നാളെ ജിഷയുടെ അമ്മ രാജേശ്വരിയെ വിസ്തരിക്കും. ആദ്യ 3 ദിവസം ഓരോ സാക്ഷികളെ വീതം വിസ്തരിച്ച ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ 2 സാക്ഷികളെ വീതം വിസ്തരിക്കും. ഏപ്രിൽ 5 വരെയുള്ള ആദ്യഘട്ടത്തിൽ 21 പേരെ വിസ്തരിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ വർഷം നവംബർ 2-ന് വിസ്താരം തുടങ്ങാനായിരുന്നു കോടതി നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ജിഷയുടെ അച്ഛനും കേസ് പഠിക്കാൻ സമയം ആവശ്യപ്പെട്ട പ്രതി അമീറുൽ ഇസ്ലാമിൻ്റെ അഭിഭാഷകനും കോടതിയെ സമീപിച്ചതിനാൽ വിസ്താരം മാറ്റിവെക്കുകയായിരുന്നു. അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്ന ബലാത്സംഗം, കൊലപാതകം ഉൾപ്പെടെയുള്ള വിവിധ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ നിലനിർത്തിയാണ് കോടതി പ്രതിക്ക് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 28-ന് പെരുമ്പാവൂർ കുറുപ്പമ്പടിയിലുള്ള വീട്ടിൽ വെച്ചാണ് ജിഷയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ജൂൺ 16-ന് പ്രതി അസം സ്വദേശി അമീറുൽ ഇസ്ലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 17-നാണ് അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കിണറുകളിലെ ആസിഡ് മാലിന്യങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന തൃശൂർ മരിയാപുരം സ്വദേശികൾ സ്വർണ്ണാഭരണ നിർമ്മാണശാലയ്ക്ക് മുൻപിൽ ഉപരോധ സമരം ആരംഭിച്ചു. പ്രദേശവാസികളിൽ രോഗങ്ങൾ പടർത്തുന്ന സ്ഥാപനം അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. 100-ലേറെ കുടുംബങ്ങളുടെ ജലസ്രോതസ്സുകളാണ് ആഭരണ നിർമ്മാണശാലയുടെ പ്രവർത്തനം മൂലം മലിനമാക്കപ്പെട്ടത്. വേനലെത്തിയതോടെ വെള്ളമില്ലാതെ സംസ്ഥാനമൊട്ടാകെ വരൾച്ച ബാധിച്ച കാലത്ത് കിണറുകളിൽ സമൃദ്ധമായുള്ള ജലം ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിലാണ് തൃശൂർ മരിയാപുരം ഗ്രാമവാസികൾ. ആസിഡ് മാലിന്യങ്ങൾ മൂലം ഉപയോഗയോഗ്യമല്ലെന്ന സർക്കാർ ഏജൻസികൾ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ മാത്രമാണ് ജനങ്ങൾ അപകടം തിരിച്ചറിഞ്ഞത്. 1.5 കിലോമീറ്റർ ചുറ്റളവിലെ വെള്ളത്തിന്റെ pH മൂല്യം 5-ൽ താഴെയാണ്. കിണർ വെള്ളത്തിന്റെ ഉപയോഗം പ്രദേശവാസികൾക്ക് മാറാരോഗങ്ങളാണ് സമ്മാനിച്ചത്. അസ്വസ്ഥതകൾ, ചൊറിച്ചിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. വെള്ളം നനച്ചാൽ മതി, അപ്പോൾ കൈ ചൊറിച്ചിൽ സ്റ്റാർട്ട് ചെയ്യും.
നാവ് പൊള്ളുന്നൊരവസ്ഥയാണ് വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നാവുമ്പോൾ തൊലി പോകുന്നതാണെന്ന് വെച്ച് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അല്ല, ഇത് വെള്ളം ചെന്നതിന് ശേഷം വരുന്നതാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും ഹൈക്കോടതിയുടെയും നിർദ്ദേശം ഉണ്ടായിട്ടും സ്ഥാപനത്തിന്റെ പ്രവർത്തനാനുമതി റദ്ദാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ സമരത്തിലേക്ക് നീങ്ങിയത്. പ്രതിഷേധത്തെ വകവയ്ക്കാതെ മാലിന്യമൊഴുക്കൽ തുടരുന്ന കമ്പനി അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ.